മകരവിളക്ക് ദർശിച്ച് ഭക്തലക്ഷങ്ങൾ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്നു. ശബരിമലയിൽ വൻ തീർത്ഥാടന തിരക്ക്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമലയിൽ മകരവിളക്ക് ഭക്തലക്ഷങ്ങൾ കണ്ടത്. മകരവിളക്ക് തെളിച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള തീർത്ഥാടകരുടെ മലയിറക്കവും അവിടെ നടക്കുകയായിരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു. 10 കേന്ദ്രങ്ങളിലടക്കം ഈ മകരവിളക്ക് ദർശിക്കാനുള്ള കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. എല്ലാ തരത്തിലും പ്രശ്നരഹിതമായ ഒരു തീർത്ഥാടന കാലം, ഒരു മണ്ഡലകാലമാണ് കാണാൻ കഴിഞ്ഞത്, അല്ലേ? തീർച്ചയായിട്ടും സിജു, അതുതന്നെയാണ് പറയേണ്ടത്. ഭക്തിസാന്ദ്രമായി സമാധാനത്തോടെ സുഗമമായി തന്നെ അവർക്ക് മകരവിളക്ക് ദർശിക്കാനുള്ള അവസരമാണ് ഇക്കുറിയും ലഭിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ഭംഗിയായി സുഗമമായി അവർക്ക് ദർശനം നടത്താൻ സാധിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തും പുൽമേടും പമ്പയിലുമായി ഇത്തവണ മകരവിളക്ക് ദർശിക്കാനായി എത്തിയത്. ആ തീർത്ഥാടകർക്കെല്ലാം തന്നെ അവരാഗ്രഹിച്ച തരത്തിൽ തന്നെ അവർക്ക് തീർത്ഥാടനം നടത്താൻ സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരാതിരഹിതമായി തന്നെ ചെറിയ തോതിൽ ചില പരാതികൾ ഉയർന്നു വന്നപ്പോൾ അതിനെ പല കോണുകളിൽ നിന്ന് പർവ്വതീകരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെ തെറ്റിദ്ധരിപ്പിക്കും തരത്തിൽ അത്തരം കാര്യങ്ങളെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിൽ പരുത്തിയെങ്കിൽ പോലും പിന്നീട് സത്യം പുറലോകം അറിഞ്ഞ ഒരു മണ്ഡലകാലം കൂടിയാണ് ഇപ്പോൾ. മകരവിളക്ക് കാലം കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. ശബരിമലയിൽ ദർശനം 20 വരെ ദർശനമുണ്ട്. 21-നാണ് ഈ മാസം നട അടയ്ക്കുന്നത്. അത് 20 വരെയും തീർത്ഥാടകർക്ക് ശബരിമലയിൽ എത്തി അയ്യപ്പനെ ദർശനം നടത്താനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സിജു ചോദിച്ചതുപോലെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ, അവർക്ക് തീർത്ഥാടകരെ സംബന്ധിച്ചോളം ശബരിമല സന്നിധാനത്തുനിന്ന് തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ ദർശിച്ച ശേഷം മല ഇറങ്ങുന്ന തീർത്ഥാടകർ ഒരു വശത്തുള്ളപ്പോൾ ഇനിയും ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ തന്നെ രാത്രിയിൽ തന്നെ ഇവിടെ ശബരിമല പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി, ദർശിക്കുവാൻ വേണ്ടി, അയ്യപ്പ ദർശനം നടത്താൻ വേണ്ടി ഇപ്പോഴും കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പമ്പയിൽ നിന്നുള്ള തീർത്ഥാടകരെ വീണ്ടും സന്നിധാനത്തിലേക്ക് കടത്തിവിടും. ഇപ്പോൾ അവർക്ക് നിയന്ത്രണമുണ്ട്. കാരണം ഈ മകരവിളക്ക് ദർശിക്കാൻ എത്തിയ തീർത്ഥാടകർ, അവർ കഴിഞ്ഞ 3 ദിവസമായി തന്നെ പല തീർത്ഥാടകരും മകരവിളക്ക് ദർശിക്കാനായി എത്തുകയും അവരുടെ തമ്പടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഈ സന്നിധാനവും പരിസരമായി ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ മകരവിളക്ക് ദർശിക്കാനായി കാത്തു നിന്നുള്ള കണക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതലെത്തിയ തീർത്ഥാടകരെ പലരെയും ഈ പമ്പയിൽ പോലീസ് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി തടഞ്ഞിരുന്നു. അവരെ അല്പസമയത്തിനുള്ളിൽ ഒരു വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്, ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുമോ? ഇല്ലല്ലോ. തീർത്ഥാടക ലക്ഷങ്ങൾക്ക് സുഗമമായി തീർച്ചയായിട്ടും മകരവിളക്ക് ദർശനത്തിന് ശേഷവും പമ്പയിലുള്ള തീർത്ഥാടകരെ ഇനി വീണ്ടും സന്നിധാനത്തിലേക്ക് കടത്തിവിടും. അതിനുള്ള ഒരുക്കങ്ങളാണ് പോലീസ് ഇപ്പോൾ പമ്പയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിലും വലിയൊരു നീണ്ട ക്യൂ തന്നെ ദർശനത്തിനായി ഉണ്ട്. ഈ ആളുകൾ രാവിലെ ഈ മകരവിളക്കിനായി കടത്തിവിട്ട ശേഷം എത്തിയ തീർത്ഥാടകരാണ്. ആ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഈ വന്ന തീർത്ഥാടകരെ തടയുന്ന നടപടിയല്ല, പകരം തിരക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മുൻകാല അനുഭവങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസ് കൃത്യമായ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് സന്നിധാനത്ത് പോലീസ് സേനയുടെ 1500-ലധികം സേനയുടെ വർധനവ് ഈ മകരവിളക്ക് ദിവസം മാത്രം വരുത്തിയിരുന്നു. പുൽമേടിലും കൃത്യമായ സുരക്ഷാ സംവിധാനം, അതേപോലെ സുരക്ഷാ സംവിധാനമാണ് പമ്പയിൽ തന്നെ 3 പോയിന്റുകളിൽ മകരവിളക്ക് ദർശിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ 10 സ്ഥലങ്ങളാണ് ഈ മകരവിളക്ക് ദർശിക്കാനുള്ള അവസരം തീർത്ഥാടകർക്കുണ്ട്. ഈ എല്ലാ കേന്ദ്രങ്ങളും കൃത്യമായ പോലീസ് സാന്നിധ്യം, കേന്ദ്ര സേനയുടെ സാന്നിധ്യം, അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൃത്യമായിരുന്നു. അതിനാൽ തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർ കാത്തിരുന്ന ആ മുഹൂർത്തം മകരവിളക്കും മകരജ്യോതിയും ദർശിക്കുക എന്നതാണ്. ഇത് മകരവിളക്ക് കൃത്യമായി ദർശിക്കുവാൻ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചപ്പോൾ തന്നെ അതിനെ തീർത്ഥാടക ലക്ഷങ്ങൾ ഭക്തിയോടെ അയ്യപ്പ ശരണം മുഖരിതമായി തന്നെ അത് ദർശിക്കുവാൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം തന്നെ ഈ തീർത്ഥാടന കാലത്ത് ഒരുക്കിയിരിക്കുന്ന ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും സർക്കാരും വിവിധ വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, കേന്ദ്ര
കർമ്മസേനയുടെ വിവിധ വിഭാഗങ്ങൾ ഇവരുടെ എല്ലാം പ്രയത്നങ്ങൾ ഇവരെല്ലാം കാത്തിരുന്നത് സുഗമമായ ദർശനം തന്നെയാണ് തീർത്ഥാടകർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. അത് തന്നെ സാധ്യമായി. തിരുവാഭരണ പേടകം ശരംകുത്തിയിൽ നിന്ന് വരുമ്പോൾ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് തീർത്ഥാടകരുടെ ഒരു ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷവും അവരുടെ ആ ശരണം വിളിയെല്ലാം തന്നെ. പിന്നീട് തിരുവാഭരണം ചാർത്തിയ ശേഷം ദീപാരാധന അതിനുശേഷം ഉണ്ടായി. അതിനെ തുടർന്ന് മകരവിളക്ക് പുന്നമ്പലമേട്ടി തെളിയിക്കുമ്പോൾ തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ചോളം അവർക്ക് സുഗമമായി അവരെങ്ങനെയാണോ അവർ ആഗ്രഹിച്ച് അതേപോലെ തന്നെ ഇത്തവണ അവർക്ക് ദർശിക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് സർക്കാരായാലും ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഒക്കെ ലക്ഷ്യം വെച്ചിരുന്നത്. തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഒരു സുഗമമായ തീർത്ഥാടനം പരാതിയില്ലാതെ പോകാൻ വേണ്ടി ഇടയ്ക്ക് ചില തിരക്കുകളും തിരക്കും ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. എന്നാൽ അതിനെല്ലാം തന്നെ ഉടനടി ആ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാനും സാധിച്ച ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ 21-നാണ് ക്ഷേത്രനട അടയ്ക്കുന്നെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മകരവിളക്ക് തന്നെയാണ്. ആ മകരവിളക്കിനെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ, പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് ആളുകൾ, അവർക്കെല്ലാം തന്നെ കൃത്യമായി മകര വിളക്ക് ദർശിക്കാനായി ഇപ്പോൾ പമ്പയിൽ നിന്ന് പോലീസ് ഈ കാത്തു നിൽക്കുന്ന തീർത്ഥാടകർക്ക് അവർക്ക് കടന്നു പോകാമെന്നാണ്. 20 വരെയാണ് ദർശനമുള്ളത്. 20-ാം തീയതി വരെയും കൃത്യമായി ശബരിമലയിലെത്തുന്ന ആരെയും തടയും. നേരത്തെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയതാണ്, ശബരിമലയിലേക്ക് എത്തുന്ന ആരെയും തടയില്ല. ജാതി മത വർഗഭേദമില്ലാതെ ആർക്കും ശബരിമലയിൽ എത്താൻ സാധിക്കും. ഇത്തവണയും അങ്ങനെ എത്തിയ ആരെയും തന്നെയും ശബരിമല തടഞ്ഞിട്ടില്ല. ചില ആളുകൾ തിരികെ പോയി എന്നുള്ള ചില വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പോലും ശബരിമലയിലേക്ക് വന്നവരെ ആരെയും സർക്കാരോ പോലീസോ ഒന്നും തന്നെ തടഞ്ഞിരുന്നില്ല. കൃത്യമായി എത്തിയവർക്കെല്ലാം സുഗമമായ ദർശനം നടത്താനുള്ള അവസരം ലഭിച്ചിരുന്നു. എന്നാലും ഇപ്പോൾ മകരവിളക്ക് ദർശിച്ച് തീർത്ഥാടക ലക്ഷങ്ങൾ ശബരിമല ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് തീർത്ഥാടകർ ശബരിമലയിലേക്ക് വീണ്ടും കയറുന്ന ഒരു കാഴ്ചയാണ് ശബരിമല പമ്പയിലും സന്നിധാനത്തും ഒക്കെ തന്നെ കാണുവാൻ സാധിക്കുന്നത്. സിജു. ശരി, സുജു ടി ബാബുവാണ് സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വലിയ തരത്തിലുള്ള ഒരു തീർത്ഥാടന കാലം, മണ്ഡലകാലം, സമാധാനപൂർണമായ ശാന്തമായ ഒരു മണ്ഡലകാലത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. അല്പം മുമ്പാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിച്ചത്. അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള ഭക്തരുടെ ആഹ്ലാദങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. നിലവിൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കിയ, ദേവസ്വം ബോർഡ് ഒരുക്കി, പോലീസിൻ്റെ അടക്കം സുരക്ഷ ഒരുക്കി, തീർത്ഥാടകരുടെ നീണ്ട ക്യൂ ഇല്ലാത്ത തരത്തിലുള്ള തീർത്ഥാടകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞ ഒരു തീർത്ഥാടന കാലം കൂടി പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും സുജു ടി ബാബു നൽകിയത്.